Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് 2 crazy amazing days in my life ആണ്. So let's go. ഇന്ന് എൻ്റെ കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേര് ഡാൻസ് കളിക്കുന്നുണ്ട്. ബീരാനും റഹ്മാൻ അത് കുറച്ച് ക്ലിപ്സ് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ഹെയർ ഒക്കെ റെഡി തന്ന ജനീനയാണ്. ഇതാണ് ജനീന. ആൻഡ് യാ ഷീ ഈസ് മൈ അൺപെയ്ഡ് ഹെയർ സ്റ്റൈലിസ്റ്റ്. അങ്ങനെ നമ്മൾ കോളേജിലെത്തി. കോളേജിൻ്റെ മലകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ടാസ്ക് ആണ്, എന്നാലും കുഴപ്പമില്ല. ഫൈനലി നമ്മളങ്ങനെ കോളേജിലെത്തി. പിന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ ഫിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പോൾ എൻ്റെ ക്യാമറ ആംഗിൾ വെച്ചെടുത്ത് എൻ്റെ ഫുൾ ബോഡി കിട്ടാതെ ഞാൻ കസാലൊക്കെ വലിച്ചിട്ടിട്ട് നിൽക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഔട്ട്ഫിറ്റ് ഞാൻ വരുന്ന വഴിക്ക് മാറ്റിയതാണ് ഗൈസ്. നമ്മൾ കോളേജിൽ കയറുന്ന മല ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. കാരണം ഇതെല്ലാം ഇട്ടത് വേറെ സാധനം. അപ്പം അതിന് ഭയങ്കര നെഗറ്റീവ്. അപ്പോൾ എന്താക്കി ഞാൻ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു വൈറ്റ് എടുത്തിട്ടു. അങ്ങനെ പിന്നെ നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും ജനീനയും സെയിം ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഒത്തൊരുമ ഉണ്ടാവണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ പ്രാക്ടീസാണ്. പക്ഷേ സ്റ്റേജിൽ നമ്മൾ കയറിയിട്ട് ഒരു സോങ്ങിന് നല്ലപോലെ തെറ്റിച്ചിട്ടുണ്ടെന്നാണ്. പിന്നെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു കട്ട്ലേറ്റും അതുപോലെ ചിക്കൻ റോൾ തോന്നുന്നു, അത് നമ്മൾ കഴിച്ചു. നമുക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ തന്നെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഹെയർ സെറ്റ് ചെയ്യാൻ തന്നെ നമ്മളൊരു 1 hour എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ പോയി ഡാൻസ് കളിച്ചു. ഡാൻസ് ഒക്കെ നൈസ് ആയിരുന്നു എക്സെപ്റ്റ് 1 song. ആ സോങ് ഞാൻ നല്ലപോലെ കൊളായി കളിച്ചിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ മറന്നുപോയി ഗൈസ്, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വേറെ ദിവസമൊക്കെ എങ്ങനെ ഡാൻസ് ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? ശരിക്കും എൻ്റെ കണ്ണെന്ന് സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ റിസ്കി ഷോട്ട്സ്, ഇത് നമ്മൾ അറിയാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ അഭിനയിക്കാത്ത ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷോട്ടാണ്. ഓക്കെ, വളരെ കാര്യമായിട്ടുള്ള എന്തെല്ലോ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. ദെൻ ഓഫ് കോഴ്സ് കുറച്ച് ക്യൂട്ട്നെസ് നമ്മൾ വാരി വിതറുന്നുണ്ട്. ബിക്കോസ് വൈ നോട്ട്? വെള്ളം കുടിക്കാൻ പോവാം, സോഡ. ബിക്കോസ് നമ്മുടെ എനർജി എല്ലാം പോയി. 1 രൂപ ലഭിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഡേ 1. എനർജി ഫുള്ള് ഡ്രെയിൻ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഡേ 2. ലെറ്റ്സ് ഗോ. നമ്മൾ കിയൂരിലേക്ക് പോവുകയാണ്. യെസ് ഗൈസ്, യു ഹിയർ റൈറ്റ്. നമ്മളിപ്പോൾ കിയൂരിലേക്ക് പോവുകയാണ്. അവിടെ എന്താണ് ഇപ്പോൾ കാർണിവലൊക്കെ നടക്കുന്നുണ്ട്. സോ നമ്മൾ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ ആയി പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ ഇന്നാണ് ആ ഡേ. സോ ലെറ്റ്സ് ഗോ. ബാക്കിലുള്ള ആൾക്കാർക്ക് പേടിയുണ്ട്, പക്ഷെ നമുക്ക് പേടിയില്ല. കാരണം എന്താണ്, നമുക്ക് പേടിയില്ല. നമ്മൾ അഡ്വഞ്ചേഴ്സ് ആണ് ഗൈസ്, അഡ്വഞ്ചേഴ്സ്. അങ്ങനെ നമ്മൾ കുറേ അധികം ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയത്. ബിക്കോസ് നമുക്ക് ബസ്സൊന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയ ബസ്സിലാണെങ്കിൽ ബ്ലോക്കും. അങ്ങനെ ഫുള്ള് ലേറ്റ് ആയിട്ട് നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമ്മൾ ഒട്ടും സമയം കളയാതെ നേരെ റൈഡിൽ കയറി. ആകാശത്തോണിയിലാണ് നമ്മൾ ആദ്യം കയറിയത്. അത് ഗൈസ്, നമ്മൾ ഒട്ടും സമയം കളയാതെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കയറിയതായിരുന്നു ആകാശത്തോണിയിൽ. പക്ഷേ അത് ഒട്ടും തന്നെ സുഖമില്ലേനും ഗൈസ്. കാരണം നമ്മൾ വിചാരിച്ച അത്ര ഹൈറ്റിൽ ഇത് പോയില്ല. ഇതൊരു മീഡിയം ലെവലിലാണ് പോയത്. നമ്മൾ വിചാരിച്ച് നല്ല ഹൈറ്റിൽ പോകുന്നു, പക്ഷെ അത്ര പോയില്ല. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി സെക്കൻഡ്സ് നമ്മൾ നെക്സ്റ്റ് റൈഡിലേക്ക് പോയി. അത് നൈസ്.
മറ്റൊരു റൈഡ് എല്ലാവർക്കും ഛർദ്ദിക്കാൻ വരുന്നു വിറകുന്നു ഗൈസ്. സോഡ ഉണ്ടോ സോഡ അടിച്ചാൽ മാറോ? ഈവൻ ദോ എല്ലാവർക്കും ഛർദ്ദിക്കാനൊക്കെ വന്നെങ്കിലും ആ റൈഡ് നൈസ് ആയിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തൊന്ന് നടക്കാൻ ഇറങ്ങി, സാധനങ്ങളൊക്കെ നോക്കി. പക്ഷേ എല്ലാത്തിനും ഭയങ്കര റേറ്റിന്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും വാങ്ങിക്കില്ല. പക്ഷെ നമ്മൾ എല്ലാത്തിലും കയറി നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഒരു മാങ്ങ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ ഫോർ എനർജി ഒരു പൊട്ടാറ്റോ സ്പ്രിങ്ങും കൂടി വാങ്ങി കഴിച്ചു. അത് നൈസ് ആയിരുന്നു, പക്ഷെ എന്താണ് കരിഞ്ഞു പോയി ഗൈസ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്യൂട്ട് സ്റ്റേഷനറി ഉള്ള സ്ഥലത്ത് നമ്മൾ കുറേ ടൈം നിന്ന് ഗൈസ്, കാരണം നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നില്ല. അത്രയ്ക്ക് നല്ല നൈസ് സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.